ഡാൻഡലിയോണുകൾ പൂത്തപ്പോൾ വസന്തകാലമായപ്പോൾ പച്ചപ്പുൽ നിറഞ്ഞ ആ പ്രദേശമാകെ സ്വർണ്ണത്തുള്ളികൾ വീണ് കിടക്കുന്ന പോലെയാണ് ഡാൻഡലിയോണുകൾ പൂത്തു കിടക്കുന്നത്. ഈ പൂക്കളൊക്കെ ആരുടെയൊക്കെയോ ആഗ്രഹങ്ങളാവാം. പൂക്കൾ എങ്ങനെയാണ് ആരുടെയെങ്കിലുമൊക്കെ ആഗ്രഹമാകുന്നത് എന്നല്ലേ പണ്ടൊരിക്കൽ ഒരു മുത്തശ്ശി അവരുടെ ചെറുമകളോട് പറഞ്ഞതാണ്. ഡാൻഡലിയോണുകൾ വിരിയുമ്പോൾ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചാൽ അത് നടക്കുമെന്ന്. അത് കേട്ടിട്ട് അവൾ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ പൂക്കളൊക്കെ വാടി നിൽക്കുന്നു. പിന്നീട് അത് വീണ്ടും വിരിഞ്ഞിട്ടുണ്ട്, നല്ല വെളുത്ത് അപ്പൂപ്പൻ താടി പോലെ. കാറ്റ് വന്നിട്ട് അവളുടെ ആഗ്രഹത്തെ പറത്തി മറ്റെവിടൊക്കെയോ കൊണ്ടിട്ടു. ആ വിത്തുകളൊക്കെ അവിടെ കിടന്നുറങ്ങി. അടുത്ത വസന്തകാലത്തിന്റെ തുടക്കത്തിൽ തന്നെ അവയ്ക്കൊക്കെ പുതുജീവൻ വെച്ചു. ആ മൈതാനം ആകെ സ്വർണ്ണ പൂക്കൾ കൊണ്ട് നിറഞ്ഞു. അവിടെ ഒരു കൊച്ചുകുട്ടിയും അവളുടെ അച്ഛനും കൂടി ആ പൂക്കളൊക്കെ ശേഖരിച്ചു. അച്ഛൻ അവൾക്ക് ആ സ്വർണ്ണ പൂക്കൾ കൊണ്ട് മനോഹരമായൊരു സ്വർണ്ണ കിരീടം ഉണ്ടാക്കി അണിയിച്ചു. കിരീടമണിഞ്ഞ അവൾ ഒരു രാജകുമാരിയെ പോലെ തോന്നിയതല്ല, അവൾ അവരുടെ രാജകുമാരി തന്നെയാണ്. കിരീടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൾ എന്താ പറഞ്ഞെന്ന് കേൾക്കണോ? പിറ്റേന്ന് സൈക്കിൾ ചവിട്ടുന്നതിനിടയിൽ അവളുടെ കണ്ണിലും പെട്ടു ആ അപ്പൂപ്പൻ താടികൾ. അവൾ അതെടുത്ത് കാറ്റിൽ പറത്തുകയും ചെയ്തു.